ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമപി ദേവരസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലമദ്ഭുതാത്മൻ ജംഘേ തലാതലമധോ സുതലം ച ജാനു കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഗനമംബരമംഗനാഭി വക്ഷശ്ച ശക്രനിലയസ്തവ ചക്രപാണേ ഗ്രീവാമഹസ്തവ മുഖഞ്ച ജനസ്തവസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്വം ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈഃ അപ്യന്യൈർനിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ദ ഛന്ദാംസി കേശവ ഘനാസ്തവ കേശപാശാ ഉല്ലാസ്യ ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രി ദിവസൗ സവിതാ ച നേത്രേ നിശേഷ വിശ്വരചനാ ച കടാക്ഷമോക്ഷ കർണൗ ദിശോ അശ്വയുഗളം തവ നാസികേ ദ്വേ ലോഭത്രപേ ച ഭഗവന്നധരോത്തരോഷ്ഠൗ താരാഗണാശ്ച ദശനാ ശമനശ്ച ദംഷ്ട്രാ മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശ ശകുന്തപംക്തി സിദ്ധാദയ സ്വരഗണാമുഖരന്ധ്രമഗ്നി ദേവാഭുജാ സ്തനയുഗം തവ ധർമ്മദേവ പൃഷ്ഠം ത്വധർമ്മൈഹ ദേവ മനഃസുധാംശു അവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷിസമുദ്രനിവഹാവസനം തു സന്ധ്യേ ശേഭ പ്രജാപതിരസൗ വൃഷണൗ ച മിത്ര ശ്രോണിസ്ഥലം മൃഗഗണാപതയോർനഖാസ്തേ ഹസ്ത്യുഷ്ട്രസൈന്ധവമുഖാഗമനം തു കാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹുചാരൂരുയുഗ്മചരണം കരുണാംബുധേതേ സംസാരചക്രമയി ചക്രധരാ ക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്ഥികുലാനി ശൈലാ നാഡ്യ സരിൽ സമുദയസ്തരവശ്ചരോമ ജീയാദിദം വപുന നിർവചനീയമീശ ഈദൃഗ്ജഗന്മയ വപുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാതാലയാധിപ വാതാലയാധിപ നമോസ്തു നിരുന്ധിരോഗാൻ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര, പ്രപഞ്ചരൂപിയായിട്ടുള്ള ഭഗവാന്റെ വർണ്ണന 5ാമത്തെ ദശകം കഴിഞ്ഞ് 6ാമത്തെ ദശകത്തിലേക്ക് ചെല്ലുമ്പോൾ ഭട്ടതിരി ആ സമയമാകുമ്പോഴേക്കും വിസ്മയം മാത്രമല്ല, ആദ്യത്തെ 3 ദിവസം ഉണ്ടായിരുന്ന 2 ദിവസം ഉണ്ടായിരുന്ന വിസ്മയം, 3ാമത്തെ ദിവസം ഉണ്ടായിരുന്ന ആ ഒരു ചെറിയ കളി പോലും ഭഗവാന്റെ അടുത്തുണ്ടായിരുന്നൊക്കെ പോയി. കാരണം ഈ ദിവസങ്ങളൊക്കെ 5ഉം 6ഉം ദിവസങ്ങളിലൊക്കെ ഭട്ടതിരിക്ക് നല്ല ശരീരവേദനയുണ്ട്. അത് നമുക്കറിയാൻ പറ്റും. ആ വ്യാകുലത, ആ കരച്ചിൽ, ഫിലോസഫി പറഞ്ഞതിൽ ചെറിയൊരു കുറവ് വന്നു. കൂടുതൽ ബുദ്ധി വ്യാപാരമൊന്നും അവിടെ നടത്തുന്നില്ല. അങ്ങനെ പ്രപഞ്ചത്തിനെ മുഴുവൻ ആ വിരാൾ പുരുഷൻ്റെ ഉൽപ്പത്തി പറഞ്ഞതിന് ശേഷം ആ വിരാൾ പുരുഷൻ്റെ രൂപം എങ്ങനെയാണെന്ന് വർണ്ണിക്കണമെന്ന് വിരാൾ പുരുഷൻ്റെ വർണ്ണന. ഭഗവാന്റെ അവയവങ്ങളായിട്ട് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ കയ്യും കാലുമായിട്ടൊക്കെ സങ്കല്പിച്ചുകൊണ്ട് ഭട്ടതിരി വർണ്ണിക്കുകയാണ്. ഭാഗവതത്തിലും അത് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ അതിനെ കണ്ടൻസ് ചെയ്തിട്ട് ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാലമീശ തവ പാദതലം വദന്തി. നോക്കൂ, 5 കഴിഞ്ഞ് 6ാമത്തെ ദിവസം ആയപ്പോഴേക്കും ശ്ലോകങ്ങളുടെയൊക്കെ വലിപ്പം കുറഞ്ഞു. കുട്ടി കുട്ടി ശ്ലോകമായി. ഭയങ്കര വൃത്തമൊന്നുമില്ല. മറ്റേത് ഘനഗംഭീര വൃത്തങ്ങളൊക്കെ വെച്ചിട്ട് എഴുതിയിരുന്നത്. സമയമില്ല. മൂപ്പർക്ക് അന്നത്തെ ദശകം എഴുതും വേണം, വയ്യാതാനും. എന്നാൽ അർത്ഥം കൊണ്ട് കുറയ്ക്കാനും വയ്യ. ആ കഷ്ടപ്പാട് ശരിക്കും കാണാം.
ആ വേദനയൊക്കെ കാണാൻ പറ്റും. ചുരുക്കി 14 ലോകങ്ങളായിട്ട് തീർന്നിട്ടുള്ള അങ്ങയുടെ പാദത്തിൻ്റെ അടിഭാഗം പാതാളമാണെന്നും പറഞ്ഞിട്ടാണ് തുടങ്ങണത്. അവിടുന്ന് അങ്ങോട്ട് പാതാതികേശായിട്ട് വിരാട് പുരുഷനെ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. ഇങ്ങനെ കയറി 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 പോവാണ്. ഭഗവാന്റെ ശരീരം എങ്ങനെയാണ് എന്ന് വർണ്ണിക്കണം. അതിൽ ചില സ്ഥലത്തൊക്കെ കൃത്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കണം. ചക്രപാണി എന്നൊക്കെയാണ് വിളിക്കണത്. അത് ഭഗവാന്റെ ഒരു മഹിമ കാണിക്കുന്ന വാക്കുകളെ കൊണ്ട് ഇങ്ങനെ ചോയ്സസ്റ്റ് വേർഡ്സ് എന്ന് പറയും നമ്മൾ, തിരഞ്ഞെടുത്തിട്ടുള്ള വാക്കുകൾ. അതുകൊണ്ട് ഇങ്ങനെ സ്തുതിച്ച് സ്തുതിച്ച് പോകണം. മനോഹരമായിട്ടുള്ള ഒരു ദശകമാണ്. ലോകത്തിനെ നോക്കുമ്പോൾ ഈശ്വരനെ മറന്നു കഴിഞ്ഞാൽ അത് ബന്ധന. ലോകത്തിനെ നോക്കുമ്പോൾ ഈശ്വരനെ മാത്രം കണ്ടാൽ അത് മുക്തിയാ. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിരാട് പുരുഷൻ്റെ വർണ്ണന. ഇത്രയും സിമ്പിളാണോ ചോദിക്കും. ആണ്. അത് ഉൾക്കൊള്ളാനുള്ള നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നമാണ്. ഈ ലോകത്തിനെ മുഴുവൻ നോക്കിക്കാണുമ്പോൾ, ജീവിതാനുഭവങ്ങളെ കാണുമ്പോൾ ഭഗവാനെ മറന്നിട്ട് നോക്കിക്കണ്ട ഇതൊക്കെ ബന്ധന, ഒക്കെ ദുഃഖം ഉണ്ടാക്കും. ലോകത്തിനെ നോക്കിക്കാണുമ്പോൾ ഈശ്വരനെ മാത്രം ഓർത്താ എല്ലാം ഈശ്വരനാണെന്നുള്ള ബോധം വന്നാൽ അത് മുക്തിയാണ്. ഇത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദശകം. അതുകൊണ്ട് 14 ലോകങ്ങളും ഭഗവാന്റെ അവയവങ്ങളാണ്. പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെയൊക്കെ ഭഗവാന്റെ ഭാവങ്ങളായിട്ട് പറയുന്നു. മേഘങ്ങൾ ഭഗവാന്റെ തലമുടി, സൂര്യൻ കണ്ണുകൾ, നക്ഷത്രങ്ങൾ പല്ലുകൾ, ഇന്ദ്രാദി ദേവകളൊക്കെ ഓരോന്നും ഭഗവാന്റെ സ്മരണയിൽ അപ്പപ്പ ഭഗവാൻ ഇങ്ങനെ സങ്കല്പിച്ചിട്ടുണ്ടാക്കണേണ്. അറിവ്, വെളിച്ചം, ശക്തി ഇതൊക്കെ ഭഗവാന്റെ ഭാഗമായിട്ട് മാറുമ്പോൾ ഭയം അപ്രത്യക്ഷമാവും. അതിനാണ് ഭഗവാനെ നമ്മൾ ഇങ്ങനെ കാണുന്നത്. കാലപുരുഷനായിട്ട് ഭഗവാനെ കാണിച്ചത് അതിനാണ്. അർജുനൻ്റെ മനസ്സിലെ ഭയത്തിൻ്റെ വേരിറക്കാൻ വേണ്ടി കാണിച്ചു കൊടുത്ത അതേ വിദ്യ അതാണ് ഇവിടെ നടക്കുന്നത്. മനസ്സിൻ്റെ ഇടുങ്ങിയ ചിന്തകൾ വെടിഞ്ഞിട്ട് ഭഗവാൻ എന്ന് പറയണ ആ വലിയ വിശാലമായിട്ടുള്ള കടലിലേക്ക് നോക്കാൻ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യവും പറഞ്ഞ് എണ്ണിപ്പെറുക്കിയിരിക്കുക. ആ എണ്ണിപ്പെറുക്കലൊക്കെ വിട്ടിട്ട് വിശാലമായിട്ടുള്ള ഭഗവാനിലേക്ക് നോക്കാൻ നമ്മളെ ഇത് സഹായിക്കും. മാത്രമല്ല വിപരീതങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളണു. ഭഗവാന്റെ ഒരു കണ്ണിന്ന് കണ്ണീരൊഴുകുമ്പോൾ വേറൊരു ഭാഗത്ത് ഭഗവാന്റെ കണ്ണിൽ ഡിലൈറ്റും ചിരിയുമാണ്. സുഖം അനുഭവിക്കുന്ന ഭാവങ്ങൾ കാണുമ്പോൾ ദുഃഖം അനുഭവിക്കുന്ന ഭാവങ്ങൾ കാണുന്നു. ഭഗവാന്റെ പുഞ്ചിരി മായയായിട്ട് കാണുന്നു. ശ്വാസം വായു, ശബ്ദം പക്ഷികൾ. അധർമ്മം ഭഗവാന്റെ പുറകുവശത്ത് നിൽക്കണു, അധർമ്മം ഭഗവാന്റെ കൂടെ നിൽക്കണത്. നോക്കൂ, അതാണ് ഹൈന്ദവമായിട്ടുള്ള സങ്കല്പത്തിൻ്റെ ബ്യൂട്ടി. നമുക്ക് കറുപ്പ് വെളുപ്പ് പറഞ്ഞിട്ടൊരു ഈശ്വരനില്ല. ഒരു സർവശക്തനായ ദൈവവും അതിന് തുല്യനായിട്ടുള്ളൊരു പിശാചും നമുക്കില്ല. ഒക്കെ ഭഗവാനാ. കറുപ്പും വെളുപ്പും ഗ്രേയും ഒക്കെ ഭഗവാനാണ്. നല്ലത് ചീത്ത ഒന്നും പ്രപഞ്ചത്തിലില്ല. അതൊക്കെ സന്ദർഭത്തിനനുസരിച്ചിട്ടാണ്. എല്ലാം ഈശ്വരൻ്റെ ശരീരത്തിലേക്ക് കൊടുത്തിരിക്കുന്നു. നല്ലതും ചീത്തയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന പൂർണ്ണതയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിരാട് പുരുഷൻ. ആ പൂർണ്ണതയ്ക്ക് കൊടുത്തിട്ടുള്ള പേരാണ്. മായ ശത്രുവല്ല, അത് ഭഗവാന്റെ കളിചിരികളാണ്. കളി അറിയണവന് കളിപ്പാട്ടത്തിന് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് ഉണ്ണിയുടെ കളിയാണ് എന്ന് മനസ്സിലായാൽ കുട്ടിയുടെ കളിയായിട്ട് കണ്ടാൽ മതി. ഈ മായ എത്ര പേടിക്കണ്ട. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ശിവന്റെ അടുത്ത്, മമ മായ ദുരത്യയ, എൻ്റെ മായ അങ്ങനെ ആരും രക്ഷപ്പെട്ടില്ല, അങ്ങ് മാത്രമാണ് ഇന്ന് ഒന്നും ഉണർന്നതെന്ന് ശിവന്റെ അടുത്ത് മോഹിനി രൂപം കണ്ടതിന് ശേഷം. അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി നരസിംഹത്തിൻ്റെ മടിയിലിരുന്നിട്ട് പ്രഹ്ലാദൻ പറഞ്ഞില്ലേ, അങ്ങയുടെ ഈ രൂപം എന്നെ പേടിപ്പിക്കുന്നില്ല, പക്ഷെ അങ്ങയുടെ മായ എനിക്ക് പേടിയാണ്. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഭട്ടതിരി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു. മാത്രമല്ല സമത്വം, എല്ലാം ഒന്നാണ്. മൃഗങ്ങൾ, മനുഷ്യർ, കാടുകൾ, മരങ്ങൾ, നദികൾ ഒക്കെ ഭഗവാന്റെ ശരീരഭാഗമാണ്. എല്ലാ വർണ്ണങ്ങളും ജാതികളും ഒരേ സ്രോതസ്സിൽ നിന്നാണ്. അതുകൊണ്ട് അവിടെ ഉച്ചനീചത്വങ്ങൾക്ക് സ്ഥാനമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷ സൂക്തത്തിൻ്റെ അർത്ഥമാണ് ഈ ദശകം. പുരുഷ സൂക്തത്തിന് അങ്ങനെ എടുത്ത് എഴുതി വെച്ചിരിക്കുന്നു. കുറച്ച് ഭാഗവതം മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. കുറച്ച് ഗീതയിലെ വിശ്വരൂപ ദർശന യോഗമുണ്ട്. ഇതെല്ലാം കൂടെ ഭട്ടതിരിയുടെ അറിവ് മുഴുവൻ അതിൻ്റെ അകത്ത് ആ ദശകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒരേ ഭഗവാന്റെ സ്വരൂപങ്ങളാണ്. എന്നിട്ട് 10ാമത്തെ ശ്ലോകത്തിൽ കർമ്മബന്ധിതരായിട്ടുള്ള ആൾക്കാർ മരണസമയത്ത് ധ്യാനിക്കേണ്ട രൂപം വിശ്വരൂപമാണത്രേ. നമ്മളെപ്പോലുള്ളവർ കർമ്മത്തിൻ്റെ ലോകത്ത് കുടുങ്ങിക്കിടക്കണവർ പ്രാണം പോണ നേരത്ത് ഭഗവാന്റെ വിശ്വരൂപത്തിനെ ധ്യാനിക്കണം എന്ന് ജ്ഞാനികൾ പറയുന്നുണ്ട്. കാരണം ആ വലിയ സത്യത്തിൻ്റെ മുന്നിൽ നമ്മുടെ ചെറിയ അഹങ്കാരം അലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ കുഞ്ഞു ശരീരത്തിൽ കുടുങ്ങിക്കിടക്കണം നമ്മുടെ അഹങ്കാരം, ഞാൻ, സംഭവം എന്ന് പറഞ്ഞാൽ അത് ആ മരണനേരത്തെങ്കിലും അലിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ശരീരം പോകുന്ന നേരത്ത് വിശ്വരൂപത്തിനെ ധ്യാനിക്കണം എന്ന് ജ്ഞാനികൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഭട്ടതിരി പറഞ്ഞു. എന്നിട്ടും ഭട്ടതിരി തൻ്റെ പ്രിയപ്പെട്ട ഗുരുവായൂരപ്പനിലേക്ക് തിരിച്ചു വരുന്നു. ഇതിൻ്റെ അവസാനത്തിൽ ആ ശ്ലോകം അവസാനിക്കുന്നത് അങ്ങനെയാണ്. ഈ ദൃഗ്ജഗന്മയവപുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലത്മനേതേ
വാതാലയാധിപ നമോസ്തു നിരുന്ധിരോഗാൻ. വാതാലയത്തിൻ്റെ ഈ ശരീരമാകണ വാതാലയം, അതിലെ അധിപനായിട്ടുള്ള ഗുരുവായൂരപ്പ, ഞാൻ അങ്ങേ വന്ദിക്കണു, എല്ലാ രോഗങ്ങളും മാറ്റിയിട്ട് എന്നെ രക്ഷിക്കണേന്ന് ആ സമയത്തും ഭഗവാനോട് പറയണം. 6-ാം ദശകത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ്. ലോകം ഭഗവാന്റെ പുറത്തല്ല. പ്രകൃതി എന്ന് പറഞ്ഞ് കാണുന്നത് ഭഗവാന്റെ കാണാവുന്ന രൂപമാണ്. ഭഗവാനെ വേറെ എവിടെ അന്വേഷിച്ച് നടക്കണ്ട. ഈ കാണുന്ന പ്രകൃതി തന്നെയാണ് ഭഗവാന്റെ ദൃശ്യരൂപം. വിരാട് രൂപം ധ്യാനിക്കുന്നത് സകല അഹങ്കാരത്തിനെയും ഭയത്തിനെയും ഇല്ലാണ്ടാക്കും. വലിയ വിശ്വരൂപത്തിൻ്റെ ഇടയിലും ഭഗവാൻ ഭക്തൻ്റെ വേദന കേൾക്കണ കരുണയുള്ളവനാണ്. ഓ, ഭഗവാൻ ഇത്രയും വലിയൊരാളല്ലേ, എൻ്റെ ഈ എൻ്റെ വേദന കേൾക്കുമോ? അങ്ങനെയല്ല. കാരണം ഭഗവാന്റെ ശരീരത്തിലെ ഒരു അംഗമാണ് നമ്മളും. നമ്മുടെ കാലിലൊരു ചെറിയ മുറിവുണ്ടെങ്കിൽ നമ്മളൊന്നും നോക്കില്ലേ? അതുപോലെ ഭഗവാന്റെ ശ്രദ്ധ നമ്മളിലുണ്ടാവും എന്ന് പറയണു. അതുകൊണ്ട് നമുക്ക് വലിയ വിഷമങ്ങളൊക്കെ വരുമ്പോൾ എന്ത് കാണുമ്പോഴും രാവിലെ തൊട്ട് രാത്രി വരെ നമ്മളിനി വലിയ ദുരന്തങ്ങളൊന്നും വരണ്ട, ആർക്കും അങ്ങനെ വരരുത്. അതുകൊണ്ട് സൗഖ്യമായിട്ടിരിക്കുന്ന കാലത്ത് തന്നെ നിത്യേന ഒരു അഭ്യാസം ശീലിക്കുക. അതിനൊന്നും സമയം വൈകിട്ടില്ല, ഏത് പ്രായത്തിലും തുടങ്ങാം. എന്ത് കാണുമ്പോഴും പറയുക, ഇതാ ശരീരത്തിൻ്റെ ഭാഗമല്ലേ. ആരുടെ? ഭഗവാന്റെ. ഇതും ആ ശരീരത്തിൻ്റെ ഭാഗമല്ലേ, ഇതാ ശരീരത്തിൻ്റെ ഭാഗമല്ലേ, ഇതാ ശരീരത്തിൻ്റെ ഭാഗമല്ലേ എന്ന് കാണുമ്പോൾ ഒക്കെ ഓർക്കുക. എപ്പോഴൊക്കെ വേദന വരുന്നോ അപ്പോഴൊക്കെ ഓർക്കുക, ഭഗവാനെ അവിടുന്ന് ദൂരെയല്ല, അതാ ഇവിടെ തന്നെയുണ്ട്. ഞാൻ അനുഭവിക്കണ വേദന നിൻ്റെ വേദന കൂടിയാണ്. ഞാൻ അനുഭവിക്കണ വേദന നിൻ്റെ വേദനയാണ് എന്ന് പറയും കൂടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ദശകം സൃഷ്ടി എന്താണെന്ന് 5-ാമത്തെ ദശകം കാണിച്ചു തന്നുവെങ്കിൽ 6-ാമത്തെ ദശകം ആ സൃഷ്ടിയിൽ ഭഗവാനെ കണ്ടെത്താൻ നമ്മളെ പഠിപ്പിക്കും.